ഇടുക്കി പുല്ലുപാറയിൽ കഴിഞ്ഞ ദിവസം KSRTC ബസ് മറിഞ്ഞ് 4 പേർ മരിച്ചത് വലിയ ഞെട്ടലോടെയാണ് കേരളം കേട്ടത്. മാവേലിക്കര ഡിപ്പോ ഓപ്പറേറ്റ് ചെയ്ത ബസ്സായിരുന്നെങ്കിലും ബസ് കൊണ്ടുവന്നത് കൊട്ടാരക്കര ഡിപ്പോയിൽ നിന്നായിരുന്നു. ബസ്സിൻ്റെ കാലപ്പഴക്കത്തെക്കുറിച്ച് കൃത്യമായ അറിവില്ലെന്ന് അന്ന് തന്നെ വാർത്തകൾ വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ച് ബസ്സിന് ഏകദേശം 10 വർഷത്തോളം പഴക്കമുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. 1000 കിലോമീറ്ററോളം യാത്ര ചെയ്യാൻ KSRTC ഉപയോഗിച്ചത് ഈ ബസ് ആണെന്നതിൽ പല ഭാഗത്തും വിമർശനങ്ങളും ഉയരുന്നുണ്ട്. ബഡ്ജറ്റ് ടൂറിസം എന്ന പേരിലാണ് KSRTC തീർത്ഥയാത്രയ്ക്കും ഉല്ലാസയാത്രയ്ക്കും ബസ്സുകൾ ഉപയോഗിക്കുന്നത്. അതിനെതിരെ പ്രൈവറ്റ് ബസ് ഉടമകളും അതുപോലെ തന്നെ ടൂറിസ്റ്റ് ബസ് സർവീസ് നടത്തുന്നവരും രംഗത്തെത്തിയിരുന്നു. പക്ഷേ എങ്കിലും KSRTC നടത്തുന്ന സർവീസ് ജനപ്രിയമായിരുന്നു. KSRTCയുടെ പല ജില്ലകളിൽ നിന്നുള്ള പല ഡിപ്പോകളിൽ നിന്നും വലിയ വിജയകരമായിട്ട് സർവീസ് നടത്തുന്നുണ്ട്. മാവേലിക്കര ഡിപ്പോ ഈ ഒരു കാര്യത്തിൽ ജനശ്രദ്ധ നേടിയ ഒരു ഡിപ്പോ കൂടിയാണ്. പക്ഷേ ആദ്യമായിട്ടാണ് മാവേലിക്കര ഡിപ്പോയിൽ നിന്നും ഒരു ബസ് അപകടത്തിൽപ്പെടുന്നത്. KSRTCക്ക് പുതിയ ബസ് വാങ്ങാൻ പണമില്ലെന്ന് ഗതാഗത മന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയതും വാർത്തകളിൽ ചർച്ചയായിരുന്നു. എന്തൊക്കെയാണെങ്കിലും യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നുള്ള ആവശ്യം പല കോണിൽ നിന്നും ഉയരുന്നുണ്ട്.